അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു തിരക്ക് പിടിച്ച ഒരാഴ്ചയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വർക്കായിട്ടും മീറ്റിങ്സ് ആയിട്ടും ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ വീക്കെൻഡ് ആയപ്പോൾ ഒരു ആശ്വാസമായിരുന്നു. അങ്ങനെ വീക്കെൻഡിന് ഞങ്ങൾ എല്ലാവരും കൂടി ആദ്യമേ തീരുമാനിച്ചതാണ് ക്രിസ്റ്റഫർ നോളൻ്റെ പുതിയ മൂവി ദ ഒഡിസി റിലീസായിട്ടുണ്ട്. അപ്പോൾ അത് കാണണമെന്നുള്ളൊരാഗ്രഹം. കാരണം അതിൻ്റെ ഫാൻ പ്രീമിയറിന് പോകാനുള്ളൊരു ചാൻസ് ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് എൻ്റെ വർക്കും കാര്യങ്ങളായിട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഈ മൂവി റിലീസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അങ്ങനെ ഐമാക്സിൽ ആക്ച്വലി ടിക്കറ്റ്സൊക്കെ നല്ല എക്സ്പെൻസീവാണ്. എന്നാലും ക്രിസ്റ്റഫർ നോളൻ്റെ മൂവി അതൊരു വേറൊരു ടൈപ്പ് ഓഫ് മൂവിയാണ്. അദ്ദേഹത്തെ പോലൊരു സംവിധായകൻ്റെ മൂവി കാണുക എന്നുള്ളത്, അതും ബിഗ് സ്ക്രീനിൽ കാണുക എന്നുള്ളത് ഒരു വേറെ ലെവലാണ്. അങ്ങനെ ഞങ്ങൾ മൂവിക്ക് പോയി. നല്ല പറയാൻ വാക്കുകളില്ല, അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അതിനുശേഷം ഉച്ചയ്ക്ക് ഞങ്ങൾ അവിടെ അടുത്തുള്ള സീവുഡ്സ് മാളിലാണ് ഈ മൂവി കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരു മൻഭവൻ എന്ന് പറഞ്ഞൊരു ഗുജറാത്തി റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ പോയിട്ടാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചത്. ഗുജറാത്തി ഫുഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നല്ല ഹെവി ആയിരിക്കും. അതുകൊണ്ട് രാവിലെ ഒന്നും കഴിക്കാണ്ടേ പോയത്. കാരണം ഉച്ചയ്ക്ക് എന്തായാലും ഹെവി ആവുമെന്ന് അറിയാം. അപ്പം നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു, വിഭവ സമൃദ്ധമായിട്ടുള്ള ഥാലിയന്. അത് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും പിന്നെ അനങ്ങാൻ പറ്റാത്തൊരവസ്ഥ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ അധികം അവിടെ അങ്ങനെ കറങ്ങാനൊന്നും നിന്നില്ല. കാരണം പിന്നെ ഷോപ്പിംഗ് ഒന്നും ചെയ്യാനുള്ളൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. വീക്കെൻഡ് ആകുമ്പോൾ നമുക്ക് ഉണ്ടാവുമല്ലോ കുറച്ച് പെൻഡിങ് കാര്യങ്ങൾ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വിചാരിച്ചു എന്തായാലും നെക്സ്റ്റ് ഡേ മൺഡേ തൊട്ടിട്ട് നല്ലൊരു ഡയറ്റൊക്കെ ചെയ്യണം. കുറച്ച് നാളായിട്ട് ഫുഡ് വിചാരിക്കുന്ന പോലെയൊന്നും പറ്റണില്ല, അതും ഇതുമൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഡയറ്റിലൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെച്ചു ഒരു റാഗി അമ്പിളി ഉണ്ടാക്കി വെക്കാം. ഈ റാഗി അമ്പിളി എന്ന് പറയുന്നത് നമ്മുടെ പഴങ്കഞ്ഞിയുടെ വേറൊരു വകുപ്പാണ് കേട്ടോ. ഈ റാഗി നന്നായിട്ട് വേവിച്ച് കുറുക്കിയിട്ട് അതിങ്ങനെ ബോൾ പോലെ ആക്കിയിട്ട് ഒരു മൺപാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഇട്ട് വെക്കുക. അപ്പോൾ ഇങ്ങനെ ഇട്ട് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നന്നായിട്ട് അത് ഫെർമെൻ്റ് ആവും. അപ്പോൾ രാത്രി വെച്ചു എന്നുണ്ടെങ്കിൽ ഒരു 10-12 മണിക്കൂർ ആകുമ്പോഴേക്കും നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് നല്ല ബാക്ടീരിയ എല്ലാം പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് പിന്നെയാണ് അതിൻ്റെ പ്രോസസ്സ്. പിന്നെ പിറ്റേ ദിവസം നമുക്ക് രാവിലെ കുടിക്കാം കേട്ടോ. നല്ല ഹെൽത്തിയാണ്, നമ്മുടെ ഗട്ടൊക്കെ നന്നായിട്ട് ക്ലീൻ ആവും, വെയിറ്റ് ലോസിന് നല്ലതാണ്. അപ്പോൾ രാവിലെ ഇതിനെ നന്നായിട്ട് ഞാൻ എന്ത് ചെയ്തു, അസലായിട്ട് ഉടച്ചു. നന്നായിട്ട് അതിനെ ഉടച്ചിട്ട് പിന്നെ എന്ത് ചെയ്യണം വെച്ചാൽ നല്ല കട്ട തൈര് അതിൽ മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. മിക്സിയിൽ വേണമെങ്കിൽ അടിച്ചെടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബീറ്ററോ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യാം. എന്നിട്ട് ഈ തൈര് ഒഴിച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു. അപ്പോൾ നല്ല ഒരു സംഭവമാണ്. അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഡയറ്റൊക്കെ ഇനി എത്ര പോകുന്നെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു വീക്ക് നേരുന്നു. ബൈ.